വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത പറയുന്നത് കേട്ട് എന്താ ശാരദാമ്മേ നിങ്ങൾ എന്താ എന്നെപ്പറ്റി കരുതിയതെന്നും പറഞ്ഞ് ഭാമയങ്ങ് ശാരദാമ്മയ്ക്ക് നേരെ ചൂടാകുമ്പോൾ വെയിറ്റ് ഇവിടെ എന്താ നടക്കുന്നത് എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ്. അന്നേരം ഇതിൽ കൂടുതൽ എന്താ ഡോക്ടറെ നടക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ശ്യാമ ഗർഭിണിയല്ല എന്നാണ് പറഞ്ഞതെന്ന് സുസ്മിതയങ്ങും പറയുകയാണ്. അന്നേരം ഞാൻ നോർമലാണ് എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നോർമൽ എന്ന് പറഞ്ഞാൽ ഗർഭിണി അല്ല എന്നല്ലേ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. ഓഹോ, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ, എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭാമയുടെ ായിട്ട് പറയുകയാണ്. ഈ കുട്ടിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിലും പറയാനുണ്ടെങ്കിലും അത് എൻ്റെ വായിലോട്ട് തിരികണ്ട എന്ന് പറഞ്ഞേക്കണം. ഞാൻ നോർമൽ എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ബ്ലഡ് പ്രഷർ ലെവലും ഷുഗർ ലെവലും ഒക്കെ നോർമലാണ്, ചെക്കപ്പിനായിട്ട് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. എന്നിട്ട് ശാരദാമ്മ നിന്നങ്ങ് വിയർക്കുകയാണ്. വിഷ്ണുവിന് ആശ്വാസമാവുന്നുണ്ട്. സുസ്മിത എന്താ ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ക്ഷീണമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ ഡോക്ടറോട് ഇരിക്കാൻ പറയുകയാണ്. അന്നേരം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഞാൻ കണ്ടു, അതൊക്കെ തുടർന്ന് കഴിച്ചാൽ മതി, പിന്നീട് ഒരു ടോണിക്ക് കൂടി കുറിച്ച് തരാം, ക്ഷീണം കാണുമെന്ന് പറഞ്ഞ് അതുകൂടി കുറിച്ച് കൊടുക്കുകയാണ്. അന്നേരം ഡോക്ടർ പോകാൻ ഒരുങ്ങുമ്പോൾ ഫീസ് ഞാൻ അയച്ചേക്കാമെന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് വേണ്ട, അതിൻ്റെ ഒന്നും ഫോർമാലിറ്റീസ് നമ്മൾ തമ്മിൽ വേണ്ട സത്യാമ്മ എന്നിങ്ങനെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അന്നേരവും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് സുസ്മിതയും ശാരദാമ്മയും. ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം സത്യഭാമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി സുസ്മിതയെ തന്നെ നോക്കുകയാണ്. അന്നേരമാണ് ശ്യാമ കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അന്നേരം സത്യമ്മയാണോ ഡോക്ടറെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോൾ എന്തിനാ ഒരു ചെക്കപ്പ്, 2 ദിവസം മുന്നേ അല്ലേ എൻ്റെ മന്ത്ലി ചെക്കപ്പ് കഴിഞ്ഞതെന്ന് പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് വിളറി വെളുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, ആ ഡോക്ടർ ഒരു സ്പെഷ്യൽ ചെക്കപ്പ് ആകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണെന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഒപ്പിക്കുകയാണ്. പക്ഷേ ശ്യാമ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് ദേഷ്യത്തോടെ പറയുകയാണ്, അമ്മയ്ക്ക് നാണം കെട്ട് മതിയായില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവളുടെ വാക്ക് വിശ്വസിക്കരുത് എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ സത്യഭാമയ്ക്ക് ഒന്നും മിണ്ടാനായിട്ട് പറ്റുന്നില്ല. തുടർന്ന് സുസ്മിത പറയുകയാണ്, വീണ്ടും ആൻറ്റി മണ്ടിയാക്കുകയാണ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്ന നാടകമാണിത്, എല്ലാത്തിനും കാരണം ശാലിനിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പോഴാണ് ശാലിനി പുറത്തു നിന്നും അകത്തേക്ക്, വെളിയിൽ നിന്നും അകത്തേക്ക് കയറി വരുന്നത്. കയറി വന്ന പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സത്യഭാമ ശാലിനിയെ കാണുന്നുണ്ട്. അന്നേരം ഇനി നിനക്ക് എന്താടി പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആൻറ്റി അതെന്നും പറഞ്ഞ് വീണ്ടും എന്തോ പറയാനായിട്ട് വരുമ്പോൾ വിഷ്ണു പിന്നെ സുസ്മിതയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അടിയും കൊണ്ടിങ്ങനെ കൈയും വെച്ചിട്ട് ആൻറ്റി കണ്ടില്ലേ ഇതേ വിഷ്ണുവേട്ടൻ എന്നെ തല്ലിയതെന്നും പറഞ്ഞ് സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ കിട്ടിയ പാടെ ഭാമയും സുസ്മിതയ്ക്ക് ഒന്നങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അന്നേരം ആ അടിയും കൂടി ആയപ്പോൾ എല്ലാവരും അവൾക്കത് കിട്ടണം എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ആ വാതിൽക്കൽ ചിരിച്ചുകൊണ്ട് ശാലിനിയും നിൽക്കുകയാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ സുസ്മിതയുടെ കൈക്ക് അങ്ങോട്ട് ഇറുക്കി പിടിച്ചിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പറഞ്ഞത് കള്ളമാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന്, പാടത്ത് പണിയെടുത്തതിന് ശേഷം വരമ്പത്ത് കൂലി നൽകാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് കുറച്ച് ധൈര്യം വരികയാണ്. ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ സുസ്മിതയാണോ സത്യാമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്, ശ്യാമ ഗർഭിണി അല്ല എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ ഒരുവിധം സത്യഭാമ പറഞ്ഞൊപ്പിക്കുകയാണ്. അന്നേരം ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്നും എന്നിങ്ങനെ ശാരദാമ്മ സുസ്മിതയുടെ നേരെ നോക്കി വെളിയിലേക്ക് കൈ ചൂണ്ടിയിട്ട് കാണിക്കുകയാണ്. അന്നേരം ശ്യാമ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഞാൻ ചൂലെടുത്തുകൊണ്ട് വരട്ടെ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഇറങ്ങുകയാണ്. അന്നേരം വാതിൽക്കൽ തന്നെ ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് വാതിൽക്കൽ എത്തുമ്പോൾ സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശാലിനിയെ നോക്കുകയാണ്. പക്ഷേ ശാലിനി ആ ചിരിച്ച മുഖത്തോടു കൂടി ഇങ്ങനെ ഒറ്റ നോട്ടം സുസ്മിതയെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്, ഇവളെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനായിട്ട് പാടില്ല, ജനിച്ചതേ തന്നെ കള്ളം പറയാനാണെന്നിങ്ങനെ ദേഷ്യത്തോട് വിഷ്ണു അങ്ങ് കലിയുള്ളിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ പോടിയെന്ന് ഇങ്ങനെ ശാലിനിയോട് പറഞ്ഞിട്ട് ആകെ മാനം കേട്ട് അവിടെ നിന്നും ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയുടെ കൈ പിടിച്ചിട്ട് സത്യഭാമ മാപ്പ് പറയുകയാണ്. അന്നേരം അയ്യോ അങ്ങനെയൊന്നും വേണ്ട സത്യാമ്മ എന്ന് പറയുമ്പോൾ ഇല്ല, മാപ്പ് പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ശ്യാമയോടും പറയുകയാണ്, നിന്നോടും കൂടിയാണ് മോളെ, ഈ സമയത്ത് വിഷമിപ്പിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്, നെറ്റിയിലേക്ക് മൊത്തമൊക്കെ കൊടുക്കുകയാണ്. ഈ സമയത്ത് ശാലിനി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. ശാലിനിയെ കാണുമ്പോൾ സത്യഭാമയുടെ മുഖഭാവം അങ്ങ് ദേഷ്യത്തോടു കൂടി വരികയാണ്. തുടർന്ന് ശാലിനി എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഭാമ വിളിച്ചിട്ട് അവളോട് ശാരദാമ്മ പറഞ്ഞോളും, നീ പറയേണ്ട ആവശ്യമില്ല, നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അന്നേരം അത് അമ്മയെന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും നിൽക്കുമ്പോൾ നീ വരുന്നുണ്ടോ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് മുന്നേ നടക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇറങ്ങാൻ നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ ശാലിനി ദയനീയമായിട്ട് ഇങ്ങനെ വിഷ്ണുവിനെ നോക്കിയിട്ട് തൻ്റെ കൈ ഇങ്ങനെ വയറ്റിലേക്ക് വയ്ക്കുകയാണ്. പക്ഷേ വിഷ്ണു അത് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് വിഷ്ണു അങ്ങ് സങ്കടത്തോടു കൂടി ശാലിനിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ വീണ്ടും വാതുക്കളിൽ നിന്ന് വിഷ്ണു എന്ന് വിളിക്കുകയാണ്. തുടർന്ന് സത്യഭാമയ്ക്കൊപ്പം വിഷ്ണു അവിടെ നിന്ന് പോകുന്നുണ്ട്.
ശാലിനിയുടെ ആ മുഖഭാവം കണ്ടിട്ട് ആകെ വിഷമിച്ചാണ് വിഷ്ണു പോകുന്നത്. കാറിലേക്ക് കയറാൻ നേരവും ഒക്കെ ശാലിനിയെ തന്നെ തിരിഞ്ഞ് വിഷ്ണു നോക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് ശാലിനിയോട്, ആ ഡോക്ടർ എന്തിനാ മോളെ കള്ളം പറഞ്ഞതെന്നാണ്. ഡോക്ടർ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടർ പരിശോധിച്ച പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്താടിയും ചോദിക്കുകയാണ്. തുടർന്ന് അവിടെ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ ശാലിനി ശാരദാമ്മയോട് പറയുകയാണ്. ഡോക്ടർ വരുന്നു എന്നറിയുമ്പോൾ ശാലിനിയാണെങ്കിൽ പിന്നെ പ്രഗ്നൻസി ആയിട്ടുള്ള റിപ്പോർട്ടും മെഡിസിനും എല്ലാം എടുത്തുകൊണ്ട് ശ്യാമയുടെ മുറിയിലേക്ക് വന്നിട്ട് ശ്യാമയോട് പറയും സത്യാമ്മ ഡോക്ടറുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്യാമ ആദ്യം വെപ്രാളപ്പെടുന്നുണ്ട്. അന്നേരം മോള് പേടിക്കേണ്ട, മോള് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ഒന്നും അറിയാത്ത പോലെ കട്ടിലേക്ക് കിടക്കുകയാണ്. അതേസമയം ഡോക്ടർ വന്ന് ശാലിനി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ ഡോക്ടർ വന്നിങ്ങനെ നെറ്റിയിൽ വെക്കുന്നുണ്ട്. അന്നേരം ചാടി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട, ഡോക്ടറാണ് സത്യം പറഞ്ഞിട്ടാണ് ചെക്കപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് ഡോക്ടർ ശാലിനിയെ പരിശോധിക്കുകയാണ്. അന്നേരം പുറത്ത് പിന്നെ അപ്പുറത്ത് മുറിയിൽ നിന്ന് ജനലിൽ കൂടി ശ്യാമ ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ടതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് പരിശോധിച്ച ശേഷം മെഡിസിനൊക്കെ എവിടെയും ചോദിക്കുമ്പോൾ ആ ഫയലിലുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ അതെല്ലായിടത്ത് നോക്കുന്നുണ്ട്. എല്ലാം കഴിക്കുന്നില്ലെങ്കിൽ ചോദിക്കുകയാണ്. തുടർന്ന് ഞാൻ സത്യാമ്മയെ വിളിച്ചു വരുത്തിയത് സത്യാമ്മയോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ശ്യാമ ശാലിനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ പോയതിന് ശേഷം മോള് പുറത്തേക്ക് സത്യാമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ മതി, ഞാൻ പുറത്തുനിന്ന് വരുന്നത് പോലെ വെളിയിൽ നിന്ന് കയറി വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പിൻവാതിൽ കൂടി അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇത്രയുമാണ് അവിടെ സംഭവിച്ചതെന്ന് ശാലിനി വിശദമായിട്ട് ശാരദാമ്മയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷമാണ് ശാരദാമ്മയ്ക്ക് ആകുന്നത്. എപ്പോഴും പിടിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഞെട്ടി നിന്നത്, ബോധം കെട്ട് വരുന്ന അവസ്ഥ വരെ ഉണ്ടായി, മോള് വീണ്ടും രക്ഷിച്ചല്ലോ എന്നും പറഞ്ഞിങ്ങനെ ശാലിനി ഇങ്ങനെ കൈയെടുത്ത് തൊഴിൽ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല സുസ്മിതയ്ക്ക് എങ്ങനെ മനസ്സിലായി ശ്യാമ ഗർഭിണിയല്ല എന്ന്. നേരെ ശാരദാമ്മ പറയുന്നുണ്ട്, അവളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ, നഴ്സ് പറയുന്നത് അവളും കേട്ടതല്ലേ, നമ്മളും ആദ്യം സംശയമായിരുന്നില്ലേ, പിന്നീടല്ലേ അറിഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അവൾ കൂടുതൽ തെളിവ് ശേഖരിക്കാനും അതിനൊക്കെ ഇറങ്ങുമെന്ന് പറയുമ്പോൾ ശ്യാമ ആകെ ടെൻഷനാവുകയാണ്. കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ മോള് പേടിക്കുകയൊന്നും വേണ്ട, അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നതിന് കുഴപ്പമുണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഞാൻ എല്ലാം ചെയ്തിരിക്കും, ഇത് കുഞ്ഞേച്ചിയുടെ വാക്കാണെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ ഇങ്ങനെ കൈ പിടിച്ച് അങ്ങ് ചിരിച്ച് എനിക്കാണ് തന്നെ ശ്യാമയ്ക്ക് അങ്ങ് ആകെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. രാത്രിയാണ്. ഉമ്മർത്ത് ഇങ്ങനെ വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിലും ദേഷ്യത്തിലുമാണ്. കൂടെ കമലിനും ഒക്കെ ഉണ്ട്. അന്നേരം എല്ലാം ശരിയാവും ആശാനെന്ന് ഇങ്ങനെ കമലം പറയുമ്പോൾ കേട്ട് തഴമ്പിച്ചു, എല്ലാം ശരിയാവുമെന്ന്. ഒരു വിധിക്ക് പോലും ഞങ്ങളെ അല്ല സുസ്മിത എത്രമാത്രം ശ്രമിച്ചു ഞങ്ങളെ പിന്നെ പിരിക്കാനായിട്ട്. വിഷ്ണുവിൻ്റെ പെണ്ണാണ് ശാലിനി. ഒരു ചെറിയ സൗന്ദര്യ പിണക്കം ഉണ്ടായാൽ പോലും ഒരു രാത്രിക്കപ്പുറം അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. അപ്പോൾ വിധിയാണ് നമ്മളെ അകറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുമായിട്ട് പിരിഞ്ഞു കഴിയുന്നതിൽ വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനും വെപ്രാളവും ആ ദേഷ്യവും ഒക്കെയാണ്. അങ്ങ് തൂണിലേക്കൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൈകൊണ്ട്. അന്നേരം സമാധാനപ്പെട ആശാനെ, ഒരു ചെറിയ കള്ളം പറഞ്ഞതിൻ്റെ പേരിലല്ലേ ഏട്ടത്തിയമ്മ ഇപ്പോൾ പുറത്തായത്, അതൊക്കെ അങ്ങ് ശരിയാവും, നാളെ ഒരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കുക. ആശാനും ഏട്ടത്തിയമ്മയും ഒരു കുഞ്ഞും ഒക്കെ ആയിട്ട് ജില്ലാ കളക്ടർ ബോർഡ് വെച്ച കാറിൽ ഇവിടെ വന്ന് ഇറങ്ങുന്ന ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു കാലം വരും എന്ന് പറഞ്ഞ് അത്ര വാക്കുകളൊക്കെ പറഞ്ഞ് കമലം വിഷ്ണുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ ആകെ ദേഷ്യവും ശാലിനിയെ പിരിഞ്ഞിരിക്കുന്ന ഒരു സങ്കടവും ഒക്കെ അങ്ങ് മുഖത്ത് കാണിക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മയും ശ്യാമയും പിന്നെ ശാലിനിയും കൂടി രാവിലെ വിളക്ക് കത്തിച്ച് ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ കാത്തോളിനെ, പിന്നെ വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു കളിക്ക് ഇറങ്ങി തിരിച്ചത്, ഞാനും ഈ കളിയാണ്, വേറെ ഒരു നിവൃത്തിയും ഇല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളിനെ, ശാരദയ്ക്കും മക്കൾക്കും ഇതുവരെ സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശാരികയാണെങ്കിൽ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ തൊഴുത് ശാരദാമ്മ തിരിയുമ്പോൾ അമ്മയെന്നും പറഞ്ഞ് ഓടി കിതച്ചുകൊണ്ട് ശാരിക അങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ശാരികയുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ട് ശാരദാമ്മ എന്താടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശ്യാമയും പിന്നെ ശാലിനിയും കൂടി അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ശാരികയുടെ വെപ്രാളം കണ്ടിട്ട്, സംഭവം എന്താണെന്ന് അറിയാതെ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി എന്ത് പ്രശ്നവും കൊണ്ടാണ് ശാരിക വന്നിരിക്കുന്നത്, അതേ സന്തോഷ വാർത്ത വല്ലതുമാണോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.